നൈറ്റി തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്നൊരു സ്ലിറ്റ് ചുരിദാർ തയ്ക്കാം. ഈ ഒരു പേപ്പർ നൈറ്റി തുണിയായിട്ട് സങ്കല്പിക്കുക. നൈറ്റി തുണി നീളത്തിലുണ്ടാവും വെടുത്തിനെങ്കാട്ടി. അപ്പോൾ ഈ കാണുന്നത് പോലെ രണ്ടായിട്ട് മടക്കുക. അതിനുശേഷം വീണ്ടും ഫോൾഡ് ചെയ്യുക. നമുക്ക് മുകളിൽ ഫോൾഡഡ് ആയിട്ടാണ് കിട്ടുക. സൈഡിൽ ഓപ്പൺ വരും. നമ്മുടെ സൈഡ് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും കിട്ടുക. താഴെ ഓപ്പണിംഗ് ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് ആം ഹോള് പ്ലസ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആദ്യം തന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്ലീവിന് ഓപ്പണിംഗ് വരില്ല, ഫോൾഡഡ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഒന്നെങ്കിൽ ഈ പീസ് മുറിച്ച് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ബോഡി പാർട്ട് മാർക്ക് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് മാർക്ക് ചെയ്യുക. ഷോൾഡറിൻ്റെ ആ പോയിന്റിൽ നിന്ന് താഴേക്ക് ആം ഹോളിൻ്റെ അളവ് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ കൂടി ആം ഹോളിൻ്റെ അളവ് കറക്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്നും നമ്മുടെ ചെസ്റ്റിൻ്റെ കറക്റ്റ് അളവ് പ്ലസ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അതിന് കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്യുക. അവിടെ നിന്നാണ് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ സ്ലിറ്റിൻ്റെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യുക. ഇനി നമ്മുടെ ബോട്ടത്തിൻ്റെ വിഡ്ത്ത് അതും കൂടി മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കറക്റ്റ് അളവുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. ശേഷം തയ്യൽ തുമ്പും കൂടി ജോയിൻ ചെയ്തെടുത്ത് ബോട്ടത്തിൻ്റെ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്യാം. അതിനായിട്ട് ഈ കോർണറിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് താഴെയായി 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക. ഈ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക. അതിൻ്റെ ഇപ്പുറത്തായി 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം 1.5 ഇഞ്ചിൻ്റെ പോയിന്റിലേക്ക് കൂടി ഒന്ന് കർവ് ചെയ്തെടുക്കുക. പിന്നീട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 1/4 ഇഞ്ചിൽ വന്ന് 1/2 ഇഞ്ച് പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ ചെസ്റ്റിൻ്റെ കറക്റ്റ് അളവുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ആം ഹോളും റെഡിയായി. അടുത്ത് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്യുക, ഫ്രണ്ടും ബാക്കും. അതിനുശേഷം നെക്ക് വിഡ്ത്ത് കൂടി ഒന്നുകൂടി മാർക്ക് ചെയ്യുക താഴെ നിന്നും. അതൊന്ന് ബോക്സ് ആക്കിയിട്ട് എടുക്കുക. എന്ത് ഷേപ്പാണോ നമുക്ക് വേണ്ടത്, സ്ക്വയറോ റൗണ്ടോ, അത് ഇഷ്ടം പോലെ വരച്ചെടുക്കുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ് നോക്കാം. നമുക്ക് ഇങ്ങനെ ഒരു പീസാണ് സ്ലീവിന് കിട്ടിയിട്ടുണ്ടാവുക. അതിൽ നമുക്ക് എത്രയാണോ ലെങ്ത്ത് സ്ലീവിന് വേണ്ടത് ആദ്യം അതൊന്ന് മാർക്ക് ചെയ്യുക. കറക്റ്റ് അളവ് പ്ലസ് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആം ഹോളിൻ്റെ അളവ് പ്ലസ് 2.5 ഇഞ്ച് ആഡ് ചെയ്തിട്ട് ആ പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്യാനായി 3 ഇഞ്ച്, മുതിർന്നവർക്ക് 3 ഇഞ്ചാണ്, അതൊന്ന് മുകളിലും താഴെയായിട്ട് മാർക്ക് ചെയ്ത് ആ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്തിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുക. ആ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. ആം ഹോൾ ഷേപ്പ് ചെയ്യാനായി വരച്ച ലൈനിൽ നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം അത് നീട്ടിയൊന്ന് വരയ്ക്കുക. ഇനി ഞാൻ വരച്ചതുപോലെ ഇവിടെ ക്രോസ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക. ഇനി ആ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്കും 1/4 ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ചിലേക്ക് കൂടി ആദ്യം ഷേപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷം 1/4 ഇഞ്ച് പോയിന്റിലേക്ക് കൂടി വന്നിട്ട് ഒരു എസ് ഷേപ്പ് അവിടെ കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് ക്ലോത്തിൽ കാണിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പേപ്പറിൽ പറയുന്നത്. ഇനി ഞാൻ പേപ്പറിൽ കാണിച്ച പോലെ ക്ലോത്ത് 4ആയി മടക്കിയാണ് ആദ്യം 2ആയിട്ട് മടക്കി, എന്നിട്ട് വീണ്ടും ഒരു ഫോൾഡ് താഴോട്ടേക്ക് മടക്കിയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനായി ആം ഹോളിൻ്റെ കൂടെ 2.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്യാൻ. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ എക്സ്ട്രാ എടുത്തോ. പിന്നീട് കട്ട് ചെയ്യുമ്പോൾ ഏറ്റക്കുറിച്ചിലുണ്ടെങ്കിൽ അത് നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2.5 ഇഞ്ചാണ് എടുത്തത്. ഷോൾഡർ അടുത്തത് മാർക്ക് ചെയ്യുക. 3.5 ഇഞ്ച് ഷോൾഡർ. ആം ഹോൾ 7 ഇഞ്ച്. ഇനി ചെസ്റ്റ്
8.25 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇത് നമ്മൾ കറക്റ്റ് അളവ്, അതിന് കൂടെ തയ്യൽ തുമ്പ്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് കൂടി മാർക്ക് ചെയ്യാം താഴോട്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ വിടുത്തായിട്ട് 7.25, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുക. ഇനി സ്ലിറ്റിൻ്റെ വിടുത്തായിട്ട് 9.5 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അവിടെ നമ്മൾ 1 ഇഞ്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് കറക്റ്റ് അളവുകൾ ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം തയ്യൽ തുമ്പുകൾ കൂടി ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കൂടി മാർക്ക് ചെയ്തിട്ട് നെക്ക് വിടുത്ത് താഴ്ന്നൊന്ന് മാർക്ക് ചെയ്ത് അതൊരു സ്ക്വയർ ബോക്സ് ആക്കി എടുക്കുക. ഫ്രണ്ട് നെക്ക് ഞാനിവിടെ ക്യാൻവാസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ക്ലോത്തിൽ അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ക്യാൻവാസ് യൂസ് ചെയ്യാണ്ട് നെക്ക് അടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇതേപോലെ 2 നെക്കൊന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്യുക. 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് പോയിൻ്റ് കൂടി മാർക്ക് ചെയ്യുക. ഇനി ഈ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്യുക. അടുത്തത് നമുക്ക് ബാക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. അതിനായി ഈ ലൈനിലേക്കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. കറക്റ്റ് നമ്മുടെ ചെസ്റ്റ് അളവ് ജോയിൻ ചെയ്ത് വരിക. അതിന് ശേഷം തയ്യൽ തുമ്പായി ജോയിൻ ചെയ്യുക. ഇനി ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരയ്ക്കാനായി നമ്മൾ 1/4 ഇഞ്ച് ഇട്ട പോയിൻറ്റിലേക്ക് കൂടി ജോയിൻ ചെയ്തെടുത്തിട്ട് 1/2 ഇഞ്ച് പോയിൻറ്റിലേക്ക് കൂടി വരച്ചെടുക്കുക. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. അത് നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് ഇട്ട സമയത്ത് തന്നെ നമുക്ക് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ബോട്ടത്തിൻ്റെ വിടുത്തായിട്ട് 10.5 കൂടി 1 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് 11.5 ഞാൻ ബോട്ടം വിടുത്ത് മാർക്ക് ചെയ്തത്. ഇനി സ്ലിറ്റ് പോയിൻറ്റും ബോട്ടത്തിൻ്റെ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അതിനായി ബാക്ക് ആം ഹോൾ ആദ്യം കട്ട് ചെയ്യുക. പിന്നെ ഷേപ്പിലേക്ക് കൂടി കട്ട് ചെയ്ത് സ്ലിറ്റ് പോയിൻറ്റിലേക്ക് കൂടി നെക്സ്റ്റ് ബോട്ടത്തിലേക്ക് കൂടി കട്ട് ചെയ്തെടുക്കുക. അടുത്തത് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യുക. അതിനായി ബാക്ക് പീസ് മാറ്റി വെച്ച് ഫ്രണ്ട് ആം ഹോളിലേക്ക് കൂടി കട്ട് ചെയ്തെടുക്കുക. അടുത്ത ബാക്ക് പാർട്ട് എടുത്തിട്ട് അതിന് നെക്ക് വിടുത്തൊന്ന് മാർക്ക് ചെയ്യുക 2.5 ഇഞ്ച്. അതിനുശേഷം നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചോളം മാർക്ക് ചെയ്ത് അതൊരു ബോക്സ് രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുക്കുക. അവിടെ ഒരു യു ഷേപ്പ് വരച്ചെടുക്കുക. ക്യാൻവാസ് വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ 2 നെക്കും വേറെ വേറെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തതിൽ കൂടി കട്ട് ചെയ്താൽ 2 പീസ് നെക്ക് ഒറ്റയടിക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇനി സ്ലീവ് കട്ട് ചെയ്യുക. അതിനായി നമ്മൾ നേരത്തെ ബാക്കി വെച്ചൊരു ക്ലോത്ത് ഉണ്ടല്ലോ സ്ലീവിൻ്റെ, അതെടുക്കുക. അതിൽ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യുക. അവിടെ ഫുൾ ലെങ്ത്ത് എടുക്കുകയാണ്. ഇനി ആം ഹോൾ 7 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടി 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആം ഹോൾ ഷേപ്പ് ചെയ്യാനായി ഒരു 3 ഇഞ്ച് താഴെ നിന്ന് മാർക്ക് ചെയ്യുക. മുകളിലും അതേ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിൻ്റ് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി ആ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക. നമ്മളിപ്പോൾ വരച്ച ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ശേഷം ഒരു ക്രോസ് ലൈൻ ഇവിടെ വരയ്ക്കുക. അതിനുശേഷം ആ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. സെൻറ്റർ പോയിൻറ്റിൽ നിന്നും താഴോട്ടേക്ക് ഒരു 1/2 ഇഞ്ചും മുകളിലേക്ക് ഒരു 1/4 ഇഞ്ച് പോയിൻറ്റും മാർക്ക് ചെയ്യുക. ഇനി 1/2 ഇഞ്ച് പോയിൻറ്റിലൂടെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ശേഷം 1/4 ഇഞ്ച് പോയിൻറ്റിലേക്ക് കൂടി വരച്ച് മുകളിലേക്ക് ഒരു എസ് ഷേപ്പ് കൊടുക്കുക. ഇനി സ്ലീവിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 4.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ആ പോയിൻ്റ് താഴത്തെ ആം ഹോൾ പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അടുത്തത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുക. അതിനായി ബാക്ക് ആം ഹോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക.
അടുത്തത് നമുക്ക് സ്ലീവ് ഓപ്പണാക്കി വെച്ച് ജോയിൻ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സെൻറ്ററിൽ നമുക്ക് ജോയിൻ്റ് ആയിട്ട് ഉണ്ടാവാം, അപ്പോൾ അത് ഓപ്പണാക്കി എടുക്കേണ്ടതുണ്ട്. അടുത്തത് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുക. അതിനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല വശം ഒരുമിച്ച് വെച്ചിട്ടായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ 1/4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ. നെക്കടിക്കാനായി നമുക്ക് കുറച്ച് പീസുകൾ ആവശ്യമുണ്ട്. അതിനായി ബാക്കിയുള്ള പീസിൽ നിന്ന് അത്യാവശ്യം വീതിയുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കുക. ആ പീസ് നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഫിനിഷ് ചെയ്യാൻ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്.